ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്കറിയാവുന്നവർക്ക് തന്നെ ഈ ഒരു ചാനൽ എന്ന് പറയുന്നത് പുതിയൊരു ചാനലാണ്. അതായത് ഞാൻ തുടങ്ങി വെച്ചൊരു പുതിയ ചാനലാണ്. അപ്പോൾ ഇതൊരു വലിയ സംഭവമായിട്ടുള്ള ചാനലൊന്നും ആണെന്ന് ഞാൻ പറയുന്നില്ല, ഇപ്പോൾ തന്നെ തുടക്കത്തിലായതുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും സബ്സ്ക്രൈബ് എന്ന സപ്പോർട്ട് വഴി മാത്രമേ നമുക്ക് ഈ ചാനലുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പം നമുക്കറിയാവുന്ന രീതിയിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ റിയാക്ഷനും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാനുള്ള പദ്ധതിയാണ് ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്, നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ദിവസം നമ്മുടെ ദിലീപ് ഏട്ടൻ നടിയുടെ പീഡന കേസുമായിട്ട് ബന്ധപ്പെട്ട് കുറ്റവിമുക്തനാക്കി. അതായത് ആദ്യത്തെ 6 പ്രതികൾ മാത്രം ശിക്ഷിക്കപ്പെട്ടു, ബാക്കി 4 പേരും കുറ്റവിമുക്തരായി. അപ്പം ഏകദേശം 8 വർഷത്തോളം 9 വർഷത്തെ കാലത്തോളം നീണ്ടു നിന്ന ഒരു കേസാണ്. കേരളത്തിൽ നല്ലോണക്ക് മാധ്യമങ്ങളൊക്കെ എടുത്ത് പെരുമാറിയ ഒരു കേസെന്ന് തന്നെ പറയാം. അപ്പം അതിൻ്റെ ഒരു റിസൾട്ടാണ് കഴിഞ്ഞ ദിവസം വന്നത്. അപ്പോൾ അതിൽ നിന്നും ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ടു എന്നത് ഒരു വലിയ കാര്യമാണ്. പക്ഷേ അതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ, അന്ന് കുറ്റവിമുക്തനാക്കിയ അതേ ദിവസം തന്നെ പുള്ളി പുറത്തോട്ട് വന്നിട്ട് ആദ്യം റിയാക്ട് ചെയ്തത് ഒരു ഭയങ്കര സംഭവമായിട്ടുള്ള മാറ്റത്തിലോട്ട് വന്നിട്ടുണ്ട്. കാരണം അതൊരു പുതിയ തലത്തിലോട്ടാണ് നമ്മുടെ ഈ ഒരു കേസിനെ കൊണ്ടുപോകുന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. കാരണം ആ ദിലീപ് നമ്മുടെ മാധ്യമപ്രവർത്തകരോട് ആദ്യം സംസാരിച്ച കുറച്ച് കാര്യങ്ങൾ നമുക്കിവിടെ നിന്ന് കേൾക്കാം. കേസിലെ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്. ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞിടത്തുനിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. അതാണ് ആദ്യം തന്നെ എടുത്ത് പുള്ളി ഇതിപ്പം വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ, ഈ ഒരു ക്ലിപ്പ് വന്നേക്കുന്നത് ആ റിസൾട്ട് വന്നിട്ട് പുറത്തോട്ടിറങ്ങി, കോടതിക്ക് പുറത്തോട്ടിറങ്ങി ഫസ്റ്റ് ക്ലിപ്പ് ആദ്യമായിട്ട് മാധ്യമപ്രവർത്തകരെ കണ്ട സംഭവമാണ്. അപ്പോൾ അതിൽ തന്നെ പുള്ളി പറഞ്ഞിരിക്കുന്നത്, എടുത്ത് ഉദ്ദേശിക്കുന്ന 6 പേരാണ്. മഞ്ജു വാര്യരുടെ പേരാണ് ഇട്ടേക്കുന്നത്. മഞ്ജു വാര്യർ ഗൂഢാലോചന ഉണ്ടെന്ന് പറഞ്ഞതിനെതിരെ പറ്റിയാണ് പുള്ളി സംസാരിച്ചിരിക്കുന്നത്. അപ്പം അതോടെയാണ് പുള്ളിക്കെതിരെ ഒരു ഗൂഢാലോചനയുടെ ഇത് ഓപ്പൺ ആയെന്നാണ് പുള്ളി ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അതിന് അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ് ഇങ്ങനൊരു നടപടി ഉണ്ടാക്കിയത്. അപ്പം പുള്ളി പറയുന്ന കണക്കാണെങ്കിൽ അന്നുണ്ടായിരുന്ന ഒരു ഉയർന്ന മേലുദ്യോഗസ്ഥ എന്നാണ്. അപ്പം ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ശ്രീലേഖ IPS ആണ് ആ സമയത്ത് IPS ഉണ്ടായിരുന്നത്. അപ്പോൾ പുള്ളിക്കാരിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം പോലീസുകാരും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ദിലീപിനെതിരെ തിരിഞ്ഞെന്നാണ് പുള്ളി പറഞ്ഞു വെക്കുന്നത്. അതിനായിട്ട് ഈ കേസിലെ മുഖ്യപ്രതിയെ കൂട്ടുപിടിച്ച് അയാളുടെ ജയിലിൽ ഉണ്ടായിരുന്ന കൂട്ടുപ്രതികളെയും കൂട്ടുപിടിച്ചിട്ട് ഈ പോലീസ് സംഘം ഒരു കള്ളക്കഥ മെനഞ്ഞെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഈ പോലീസ് സംഘം ചില മാധ്യമങ്ങളെയും അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ചില മാധ്യമ പ്രവർത്തകരെയും കൂട്ടുപിടിച്ച് ഈ കള്ളക്കഥ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു. നമുക്കറിയാം, ഈ കേസുകെട്ടുകൾ നടക്കുന്ന സമയത്തെല്ലാം മാധ്യമങ്ങളിൽ എല്ലാവരും ഇരയ്ക്കൊപ്പം ആയിരുന്നു. ദിലീപിന് എതിരായിട്ട് തന്നെയാണ് നിന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം പുള്ളി അത്രയും ഓപ്പണായിട്ട് തന്നെ മാധ്യമങ്ങൾക്കെതിരെയും പറയുന്നത്. പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനലൊക്കെ എന്ന് പറഞ്ഞാൽ ദിലീപിനെ തൂക്കുകയറാക്കി എന്നുള്ള രീതിയിലാണ് ഒരു ന്യൂസ് വന്നുകൊണ്ടിരുന്നത്. അപ്പം അതുകൊണ്ടൊക്കെ തന്നെയാണ് ദിലീപ് ഓപ്പണായിട്ട് തന്നെ മാധ്യമങ്ങൾക്കെതിരെ പറഞ്ഞു വെക്കുന്നത്. ഇന്ന് കോടതിയിൽ ഈ പോലീസ് സംഘം ഉണ്ടാക്കിയ കള്ളക്കഥ തകരുകയാണ് ചെയ്തത്. ഈ കേസിൽ യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാക്കാനാണ്. ഇപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ദിലീപ് പറഞ്ഞു വെക്കുന്നത് പുള്ളിനെ പ്രതിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ഗൂഢാലോചന ഉണ്ടാക്കിയതാണ്. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ, പണ്ട് ഈ കേസ് ആരംഭിച്ച സമയത്ത് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്ന് പറഞ്ഞത് ഇതൊരു ഗൂഢാലോചനയേ ഇല്ല എന്നുള്ള സംഭവത്തിലാണ് തുടക്കത്തിൽ പറഞ്ഞത്. പിന്നീടാണ് അത് അന്ന് എനിക്ക് തോന്നുന്നത് മിസ്റ്റർ ബെഹ്റ IPS ഓഫീസറായിട്ട് വന്നതിന് ശേഷം എങ്ങാണ്ടാണ് ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ഇങ്ങനെ വന്നെന്നും പറഞ്ഞു ദിലീപിനെ അകത്താക്കിയ സംഭവം. അപ്പം അന്ന് അത് പറഞ്ഞിട്ട് തിരുത്തിയ സംഭവമാണ്. അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കാം പുള്ളി ഇപ്പോൾ ഇങ്ങനെ പറയുന്നത്. സമൂഹത്തിൽ എൻ്റെ കരിയർ, എൻ്റെ ഇമേജ്, എൻ്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷേ ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ 9 വർഷം പറഞ്ഞല്ല കേട്ടോ, ഞാനൊന്ന് ഒരു പ്രാവശ്യം പറഞ്ഞോട്ടെ. ഉണ്ടോ ചാനലുകാർ ആരാണ്ട് അതിനിടയിൽ കൂടെ ചോദിക്കുന്നുണ്ട് ആരാ ഗൂഢാലോചന നടത്തി. അപ്പോൾ തിരിച്ചു പറഞ്ഞത്, ഞാൻ ഇത്രയും വർഷം ഉണ്ടായിരുന്നു, 9 വർഷത്തോളം ഞാൻ ഉണ്ടായിരുന്നു, ഇനി എനിക്ക് പറയാനുള്ള സാഹചര്യം ഉണ്ടാക്കി തരാൻ ദേഷ്യത്തിൽ തന്നെ പറയുന്നത് കേട്ടോ. എൻ്റെ കൂടെ നിന്ന എല്ലാ കുടുംബാംഗങ്ങളോടും, എൻ്റെ സുഹൃത്തുക്കളും അവരുടെ കുടുംബങ്ങളോടും, അതുപോലെ എനിക്ക് വേണ്ടി കാണാത്ത കേൾക്കാത്ത
ആളുകൾ ഒരുപാട് പേര്, കോടിക്കണക്കിന് ആൾക്കാരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവരോടൊക്കെ ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ്. അതുപോലെ ഈ 9 വർഷത്തോളം എനിക്ക് വേണ്ടി അഹോരാത്രം എനിക്ക് വേണ്ടി അത് ആത്മാർത്ഥമായിട്ട് ഡിഫെൻഡ് ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട ലോയേഴ്സ്, അതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും രാമപിള്ള, പിന്നെ പുള്ളിയുടെ കൂട്ടത്തിൽ ഇത്ര നാൾ നിന്ന ലോയേഴ്സിനും ഒക്കെ നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ആ ഒരു സംഭവം. എന്നിട്ട് പുള്ളി വണ്ടിയിൽ കയറി പോവുകയാണ് ചെയ്തത്. അപ്പം സംഭവം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ പുള്ളി ഓൾറെഡി ഒരു കുറ്റവിമുക്തനാക്കി. ഇത്രയും വർഷം 9 വർഷം പുള്ളിക്ക് പടങ്ങളൊന്നും അധികം ഇല്ലായിരുന്നു. 1-2 വന്നത് തന്നെ അത് പൊട്ടിപ്പാളീസായിപ്പോയി. അപ്പോൾ പുതിയൊരു പടത്തിലേക്ക് കാരണം പുള്ളിയുടെ ഇത്ര നാളത്തെ ജീവിതം തന്നെ മാറിയായിരുന്നു. പിന്നെ തീർച്ചയായിട്ടും ഈ കേസൊക്കെ നടത്താനായിട്ട് നിരവധി പണം എന്താണെങ്കിലും ആവശ്യമുണ്ട്. ഇവർക്കൊക്കെ ഇഷ്ടംപോലെ കാശുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഒരു നല്ല ഭാഗം ഈ അഡ്വക്കേറ്റ്സിനും കാര്യങ്ങൾക്കും ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതെല്ലാം പുള്ളിക്ക് ഇനി തിരിച്ചു പിടിച്ചേ പറ്റൂ. അപ്പം അതിൻ്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കണം ഇനിയും പുതിയൊരു കളിക്ക് വേണ്ടിയിട്ട് ദിലീപ് പ്ലാൻ ചെയ്യുന്നത്. അതിനായിരിക്കണം തുടക്കത്തിൽ തന്നെ മഞ്ജു വാര്യരുടെ പേരെടുത്തിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞത്. അപ്പം മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഇനി നമുക്ക് പലതും കാണാൻ സാധിക്കാം. കാരണം ദിലീപിൻ്റെ ഒരു തിരിച്ചുവരവാണോ മലയാള സിനിമയിൽ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ എല്ലാവരും ഉറ്റുനോക്കുന്നൊരു കാര്യമാണ്. അപ്പം അതിൻ്റെ കൂട്ടം തന്നെ പുതിയ പടം ഡിസംബർ 18-ാം തീയതി ആണെന്ന് തോന്നുന്നു, ബബ്ബ എന്ന് പറയുന്ന ഒരു പടം പുള്ളിയുടെ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ദിലീപിൻ്റെ ഒരു തിരിച്ചുവരവ് നമുക്ക് തീർച്ചയായിട്ടും കാണാൻ സാധിക്കുമെന്ന് പറയുന്നു. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസത്തെ ആ വിധി വന്നപ്പോൾ കുറച്ച് പേരൊക്കെ ഇത് തിരക്കഥ എഴുതി വച്ചിരുന്നതാണ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. അതായത് എനിക്ക് തോന്നുന്നത് പാർവതി തിരുവോത്തിൻ്റെ ഒരു പോസ്റ്റ് കണ്ടിരുന്നു, ഇത് തിരക്കഥയാണ്, അത് ഓൾറെഡി എഴുതി വച്ചിരുന്നതാണ്, ഇത് നീതിയല്ല എന്നുള്ള രീതിയിൽ. അപ്പം നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ നീതിന്യായ കോടതി എന്താണെങ്കിലും വർഷങ്ങളോളം എടുത്ത് പല വാദങ്ങളും കേട്ടതിന് ശേഷം ഉള്ള ഒരു ആൻസറാണ് തന്നത്. അപ്പം ആദ്യത്തെ 6 പ്രതികൾ കുറ്റക്കാരാണെന്ന് ഓൾറെഡി കോടതി വിധിച്ചിട്ടുണ്ട്. അപ്പം സ്വാഭാവികമായിട്ട് പറയുന്നെങ്കിൽ ഇവയ്ക്ക് നീതി കിട്ടിയെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അവർ ശിക്ഷിക്കപ്പെട്ടു, ആ ഒരു പ്രതികളായിട്ടുള്ളവർ. പിന്നെ ഈ ദിലീപിനെയും കൂടെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് അത് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ശിക്ഷ കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഈ പറഞ്ഞ വിധി തെറ്റായിപ്പോയി എന്ന് പറയുന്നതിനോട് എനിക്ക് അഭിപ്രായമില്ല. അപ്പം നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.